ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 10 ആണ്. അപ്പോൾ ഇത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒട്ടും സമയം ഇല്ലാത്ത ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് ഉലുവ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ പാക്ക് ആയിട്ടല്ല, നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ആക്കി എടുത്താൽ, അതായത് നന്നായിട്ട് അരച്ചിട്ട് അത് പേസ്റ്റ് ആക്കി എടുത്താലും അല്ലെങ്കിൽ ആ ഒരു വെള്ളം മാത്രമായിട്ട് എടുത്താലും രണ്ടായിട്ടാണെങ്കിലും നമുക്ക് ഒരേ എഫക്റ്റാണ്, ഒരേ ഗുണം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു ജസ്റ്റ് ഒരു വെള്ളം കൊണ്ട് എന്താകാനാണെന്ന്. അപ്പം ഉലുവ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഉലുവ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇനി തീരെ സമയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് ഡേ 10 നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ആ ഒരു എട്ടാമത്തെ ദിവസം നമ്മൾ ചെയ്തു കൊടുത്ത അതേ സംഭവം തന്നെയാണ് കേട്ടോ. അതായത് തലേ ദിവസം നൈറ്റ് നിങ്ങൾ ഉലുവ കുതിർക്കാൻ എടുക്കുക. 2 സ്പൂൺ ഉലുവ ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം, കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് ആ കുളിക്കുന്നതിൻ്റെ മുൻപായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒരു 30 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട്, ആ ഒരു ഉലുവ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഉലുവ വെള്ളം യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം കഴുകാം കേട്ടോ. ഇനി തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കണതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഉലുവ വെള്ളം യൂസ് ചെയ്യണതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ്, ഒരു മണിക്കൂർ മുൻപെങ്കിലും സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെക്കണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഉലുവ വെള്ളം യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 15 to 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷാമ്പൂ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഉലുവ പറ്റാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫ്ലാക്സ് സീഡ്സ്, അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഒരു 4 സ്പൂൺ എടുക്കുക. അത് കുറച്ചൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലേക്ക്. അത് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കുക. അതും തലേദിവസം നൈറ്റ് ആ ഒരു ഉലുവ പോലെ തന്നെയാണ് കേട്ടോ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അതും ആ ഒരു ഉലുവ വെള്ളം പോലെ തന്നെ അല്ലെങ്കിൽ ഏത് ഹെയർ പാക്ക് യൂസ് ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് കവറപ്പ് ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ മാത്രം മതി കേട്ടോ. മുടിയുടെ ലെങ്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. സ്കാൽപ്പിലേക്ക് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു 15 മിനിറ്റ് 30 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡേയിൽ. അതായത് ഒന്നുകിൽ നിങ്ങൾ ഉലുവ സ്യൂട്ടാകുന്ന ആൾക്കാർക്ക് ഉലുവ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യുക. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഉലുവ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സിൻ്റെ ഇതാണെങ്കിലും ജെല്ലാണെങ്കിലും യൂസ് ചെയ്ത ശേഷം അന്ന് നൈറ്റ് നൈറ്റിൽ ഹെയറിൽ ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നൈറ്റിൽ ഓയിൽ ചെയ്യുക. അതായത് സ്കാൽപ്പിൽ മാത്രം കേട്ടോ ഓയിൽ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഇനി നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നാളത്തെ ഡേ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഷാമ്പൂ കാര്യങ്ങൾ യൂസ് ചെയ്യൽ ഇന്നത്തെ ഡേ ആണെങ്കിലും നാളത്തെ ഡേ ആണെങ്കിലും കേട്ടോ. അപ്പോൾ അതാണ് 10, 11 ഡേയിൽ പറയാനുള്ളത്. നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നത് 12ാമത്തെ ദിവസമാണ് കേട്ടോ. അതായത് ഒന്നിന് വിട്ടുള്ള ദിവസങ്ങളിൽ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ് എന്തായാലും മറക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് നേരം കിട്ടുന്ന ഒരു
ടൈമിൽ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡും കൂടി ഫോളോ ചെയ്യുക. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നട്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കഴിക്കാനും മാക്സിമം നന്നായിട്ട് ഉറങ്ങാനും അതുപോലെ തന്നെ ഒരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും എന്താ പറയുക, ഫുഡിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഉറങ്ങുന്നതിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു റൊട്ടീൻ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്ലസ് നമ്മൾ ഈ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കൂടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് ആ ഒരു, നിങ്ങൾക്കിപ്പോൾ ഹെയർ ഫോൾ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ മുടി നന്നായിട്ടൊന്ന് വളരാനാണെങ്കിലും കുഞ്ഞു കുഞ്ഞു മുടികൾ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും മുടിക്ക് തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, മടി പിടിച്ച് ആരും ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.